ഹലോ, ഇന്നിങ്ങനെ ചോറ് കറി ഉണ്ടാക്കിയപ്പോഴേ ഒരു ബുദ്ധി. പണ്ട് സ്കൂളിൽ നമുക്ക് ഹൈസ്കൂൾ കഴിഞ്ഞപ്പോഴാണല്ലോ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുവരെ സ്കൂളിൽ എത്തിയും പക്ഷെ അന്ന് കൊണ്ടുവരുന്നതിൽ ഇപ്പോഴത്തെ കുട്ടികൾ കൊണ്ടുപോകുന്ന പോലെ സ്നാക്സിനുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ റിച്ച് ആയത് അങ്ങനെ കൊണ്ടുവരുന്നില്ലല്ലോ. ചോറ് അതിലേക്ക് എന്തെങ്കിലും ഉള്ളി കാട്ടിയതോ അല്ലെങ്കിൽ തക്കാളി മാത്രം കാട്ടിയതോ ഒരു ആംപ്ലേറ്റ് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ വഴുതന പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും ചട്ടനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് തക്കാളി വാട്ടിയത് പിന്നെ നമ്മുടെ ഓംപ്ലേറ്റ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാവും. പിന്നെ ഞാൻ തക്കാളി വാട്ടിയത് മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ തോന്നി ഒരു ലഞ്ച് ബോക്സ് ആക്കിയിട്ട് കഴിച്ചാലോ. കുറേ നാളെ ഇവരെ കഴിച്ചിട്ട് ഇനി കഴിക്കണമെങ്കിൽ വല്ല ജോലിക്കൊക്കെ പോകണം. അതിനെ പറ്റിയൊന്നും എന്താ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ഉണ്ടാകും. ബൈ. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ ഇങ്ങനത്തെ എന്താ പറയുക ലഞ്ച് ബോക്സ് എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ പല ഷേപ്പിൽ പല രൂപത്തിലൊക്കെ ഉള്ള ലഞ്ച് ബോക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അന്ന് ഇന്നും ഇത് തന്നെ പ്രിയ കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കാം. നമ്മുടെ മാറ്റർ മാറി പോകുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ തക്കാളി തക്കാളി വാട്ടിയതും കൂടെ വെച്ച് കൊടുക്കുക. ചില സ്ഥലത്ത് തന്നെ തക്കാളി ചട്നി അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ തക്കാളി വാട്ടിയതാണ്. അതിലേക്ക് കോമ്പിനേഷൻ മുട്ട കേട്ടോ. മുട്ടയും അതുണ്ടെങ്കിൽ പിന്നെ വേറൊരു സൈഡും ഇതിന് വേണ്ട, അടിപൊളിയായിട്ട് പോകും. പിന്നെ ഇതാ ഈ സാധനം സ്പെഷ്യലാണ് കേട്ടോ, പുളിയഞ്ചി അച്ചാർ. അപ്പൊ അതും കൂടെ കൂട്ടിയിട്ട് പിടി പിടിച്ച സൂപ്പർ. നമുക്ക് കഴിക്കാം. എനിക്ക് അധികം നേരം പിന്നെ മുന്നിൽ വെച്ചിട്ട് ആവശ്യമില്ല, നമുക്ക് കഴിക്കാം. നല്ല ദോശ, പിന്നെ നമ്മുടെ തക്കാളി നമ്മുടെ സ്പെഷ്യൽ എന്താ പറയുക പുളിയിഞ്ചി അച്ചാർ കേട്ടോ. കാരൊക്കെ കെട്ടിട്ടുള്ള നല്ല അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. കറി കൊണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. അത് സാധനമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് മാറ്റി വെച്ചിട്ട് കഴിക്കാം. എന്റെ നെക്സ്റ്റ് ഇരിക്കുന്നത് സ്കൂളുകാരെ ഫ്രണ്ട്സിനെ ഓർമ്മ ഇടയ്ക്ക് ഇതേപോലത്തെ വട്ടക്കല്ലേ അടിപൊളിയായിട്ട്. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ടൈമിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ഉണ്ടായിരുന്നത് കറി എന്താണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്റെ ഫേവറേറ്റ് ഇതായിരുന്നു. അന്നും ഇന്നും വേറൊരു കറി ഉണ്ടെങ്കിലും ഈ ഒരു കറി ആംബിയൻ പക്ഷേ മുട്ട അതിനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് സൈക്കിൾ പോകുമ്പോൾ പോകുന്നത് പറയാനേക്കാം. പുളിന്റെ സമയത്ത് അടിപൊളിയാട്ടോ. കളക്കാറ് സൂപ്പർ. എന്താ ക്യാരറ്റ് ഉണ്ട്. ബൈ.